നമസ്കാരം. HSA മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പ്രാചീന ഗദ്യം, ശാസനങ്ങൾ. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ശാസനം വാഴപ്പള്ളി ശാസനം. കണ്ടുകിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമെന്നു കരുതുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കണ്ടുകിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമെന്നു കരുതുന്ന ശാസനം രാജശേഖര ചക്രവർത്തിയുടെ വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനത്തിൻ്റെ രചനയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രാചീന ലിപി വട്ടെഴുത്ത്. വാഴപ്പള്ളി ശാസനത്തിൻ്റെ രചനയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രാചീന ലിപി വട്ടെഴുത്ത്. വട്ടെഴുത്തിൻ്റെ മറ്റൊരു പേര് ജ്ഞാനം മോനം. ജ്ഞാനം മോനം എന്നാണ് വട്ടെഴുത്തിൻ്റെ മറ്റൊരു പേര്. നമഃശിവായ ശ്രീ രാജരാജാധിരാജ പരമേശ്വര ഭട്ടാരക രാജശേഖര എന്ന് തുടങ്ങുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. നമഃശിവായ ശ്രീ രാജരാജാധിരാജ എന്ന് തുടങ്ങുന്ന ശാസനം വാഴപ്പള്ളി ശാസനം. ദീനാരം അല്ലെങ്കിൽ തീനാരം എന്ന റോമൻ നാണയത്തെ പരാമർശിക്കുന്ന പ്രാചീന ശാസനം വാഴപ്പള്ളി ശാസനം. ദീനാരം, തീനാരം എന്ന റോമൻ നാണയം വാഴപ്പള്ളി ശാസനം. രണ്ടാം ചേര സാമ്രാജ്യത്തെപ്പറ്റി അറിവ് നൽകുന്നത് വാഴപ്പള്ളി ശാസനത്തിലാണ്. കേരളവും റോമും തമ്മിലുള്ള കച്ചവടം പരാമർശിക്കുന്ന ശാസനം. കേരളവും റോമും തമ്മിലുള്ള കച്ചവടം പരാമർശിക്കുന്നത് വാഴപ്പള്ളി ശാസനം. ആ പ്ലസ് ആണ്ട്, അടികൾ പ്ലസ് കു തുടങ്ങിയ പ്രയോഗങ്ങൾ കാണപ്പെടുന്നതും വാഴപ്പള്ളി ശാസനത്തിൽ. മലയാളം ലിപിയിലുള്ള ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനം. റോമൻ നാണയവുമായി ദീനാറിനെ കുറിച്ച് സൂചനയുണ്ട്. തീനാരം, മുട്ടാപ്പലി പ്രാചീന നാണയമാണ് വാഴപ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്നത്. അടുത്തത് തരിസാപ്പള്ളി ശാസനം. കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് തരിസാപ്പള്ളി ശാസനം. സ്ഥാണു രവിവർമ്മയാണ് തരിസാപ്പള്ളി ശാസനത്തിൻ്റെ കർത്താവ്. തൻ്റെ 5ാം ഭരണവർഷത്തിൽ തരിസാപ്പള്ളി ശാസനത്തിൻ്റെ കർത്താവ് സ്ഥാണു രവിവർമ്മ. തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. അയ്യനടികൾ തിരുവടികൾ ആണ് തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത്. അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത്. തരിസാപ്പള്ളി ശാസനത്തിലെ പ്രതിപാദ്യം വേണാട് രാജാവായിരുന്ന അയ്യനടികൾ സാമ്പോർ ഈശോയ്ക്ക് കൊല്ലത്ത് തരിസാപ്പള്ളി പണിയാൻ ഭൂമിയും മറ്റ് അധികാരവും നൽകുന്നതിനെക്കുറിച്ചാണ് തരിസാപ്പള്ളി ശാസനത്തിൽ പ്രതിപാദിക്കുന്നത്. സ്വസ്തി കൊത്തോണു ഇരവി കുത്തൻ എന്ന് തുടങ്ങുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. സ്വസ്തി കൊത്തോണു ഇരവി കുത്തൻ എന്ന് തുടങ്ങുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം. കോട്ടയം വലിയ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രാചീന രേഖ തരിസാപ്പള്ളി ശാസനം. അടിമത്തത്തെക്കുറിച്ച് സൂചന നൽകുന്നതും തരിസാപ്പള്ളി ശാസനം. ആൾക്കാശ്, അടിമത്തത്തെക്കുറിച്ച് സൂചന. മുസ്ലിം, ക്രിസ്ത്യാനികൾ, ഈഴവർ, ഓണം പരാമർശിക്കുന്നതെല്ലാം തരിസാപ്പള്ളി ശാസനത്തിൽ. ഒരു തവണയും കൂടി പറയാം. തരിസാപ്പള്ളി ശാസനം AD 849 ഇതിൻ്റെ രചനാകാലം. കൊല്ലവർഷം 24. സ്ഥാണു രവിവർമ്മ തൻ്റെ 5ാം ഭരണവർഷത്തിലാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത്. തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനം. കോട്ടയം ചെപ്പേട് എന്നറിയപ്പെടുന്നത് തരിസാപ്പള്ളി ശാസനം. ആൾക്കാശ്, അടിമത്തത്തെക്കുറിച്ചുള്ള സൂചന. മുസ്ലിം, ക്രിസ്ത്യാനികൾ, ഈഴവർ, ഓണം പരാമർശം. തൊഴിൽ നികുതി, വാഹന നികുതി, വിൽപ്പന നികുതി എന്നിവയൊക്കെ പരാമർശിക്കുന്നത് തരിസാപ്പള്ളി ശാസനം. അടുത്തത് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ശാസനമാണ് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം മാമ്പള്ളി ശാസനത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ വല്ലഭൻ കോത. ശ്രീ വല്ലഭൻ കോതയാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ്. മാമ്പള്ളി ശാസനത്തിൻ്റെ രചനാകാലം കൊല്ലവർഷം 149. സ്വസ്തി ശ്രീ കൊല്ലന്തോണ്ടി നൂറ്റുന്നാർ എന്ന് തുടങ്ങുന്നത് മാമ്പള്ളി ശാസനം. ആറ്റിങ്ങലിൽ മാമ്പള്ളി മഠത്തിൽ നിന്നാണ് മാമ്പള്ളി ശാസനം കണ്ടെത്തിയത്. ആറ്റിങ്ങലിൽ മാമ്പള്ളി മഠത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. വേണാട് രാജാവ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിന് ഭൂസ്വത്ത് നൽകിയ രേഖ മാമ്പള്ളി ശാസനം. വേണാട് രാജാവ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിന് ഭൂസ്വത്ത് നൽകിയ രേഖയാണ് മാമ്പള്ളി ശാസനം. അടുത്തത് ഹജൂർ ശാസനം. പാർത്ഥിവപുരം ശാസനത്തിൻ്റെ മറ്റൊരു പേരാണ് ഹജൂർ ശാസനം. കലിവർഷം രേഖപ്പെടുത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ രേഖയാണ് ഹജൂർ ശാസനം. കലിവർഷം രേഖപ്പെടുത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ രേഖ ഹജൂർ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ച രാജാവ് ആയ് രാജാവ്. ഹജൂർ ശാസനം പുറപ്പെടുവിച്ച രാജാവ് ആയ് രാജാവ് വിക്രമാദിത്യ വരഗുണൻ. പ്രാചീന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെപ്പറ്റി വിവരം നൽകുന്ന ശാസനമാണ് ഹജൂർ ശാസനം.
പ്രാചീന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നത് ഹജൂർ ശാസനം. കലിവർഷം രേഖപ്പെടുത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ രേഖ ഹജൂർ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ച രാജാവ് ആയി രാജാവ് അഥവാ വിക്രമാദിത്യ വരഗുണൻ. അടുത്തത് ജൂതശാസനം. ജൂതശാസനത്തിൻ്റെ രചനാകാലം കൊല്ലവർഷം 175. ജൂതശാസനം പുറപ്പെടുവിച്ച രാജാവ് കുലശേഖര ചക്രവർത്തിയായ ഭാസ്കര രവിവർമ്മ. കുലശേഖര ചക്രവർത്തിയായ ഭാസ്കര രവിവർമ്മയാണ് ജൂതശാസനം പുറപ്പെടുവിച്ച രാജാവ്. കൊച്ചിയിലെ വെളുത്ത ജൂതരുടെ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുള്ള ശാസനമാണ് ജൂതശാസനം. കൊച്ചിയിലെ വെളുത്ത ജൂതരുടെ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുള്ള ശാസനം ജൂതശാസനം. ജൂതശാസനത്തിലെ പ്രതിപാദ്യം കുലശേഖര ചക്രവർത്തിയായ ഭാസ്കര രവിവർമ്മ ജൂത കച്ചവട പ്രമാണിയായ ജോസഫ് റബ്ബാന് നൽകുന്ന 72 സ്ഥാനമാനങ്ങളെക്കുറിച്ചാണ് ജൂതശാസനത്തിൽ പ്രതിപാദിക്കുന്നത്. മുസ്രിസിനെ മൊയ്രിക്കോട് എന്ന് സൂചിപ്പിക്കുന്നത് ജൂതശാസനത്തിൽ. 5 വണ്ണം വ്യാപാര സംഘം പരാമർശിക്കുന്നത് ജൂതശാസനം. മട്ടാഞ്ചേരി, പറവൂർ, ചേന്നമംഗലം പരാമർശം ജൂതശാസനം. കൊച്ചിയിലെ ജൂതന്മാരുടെ മാഗ്ന കാർട്ട ജൂതശാസനം. അടുത്തത് പാലിയം ശാസനം. പുതുവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം പാലിയം ശാസനം. പുതുവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനമാണ് പാലിയം ശാസനം. ബൗദ്ധാരാധന കേന്ദ്രമായ ശ്രീമൂലവാസത്തിന് വിക്രമാദിത്യ വരഗുണൻ ഭൂമി ദാനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ശാസനം പാലിയം ശാസനം. ശ്രീമൂലവാസത്തിന് വിക്രമാദിത്യ വരഗുണൻ ഭൂമി ദാനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകുന്ന ശാസനമാണ് പാലിയം ശാസനം. ദേവദാസികളെക്കുറിച്ച് പരാമർശമുള്ള ശാസനം ചോക്കൂർ ശാസനം. ദേവദാസി പരാമർശം ചോക്കൂർ ശാസനം. ശാസനങ്ങളെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയ ചരിത്രകാരൻ MGS നാരായണൻ. MGS നാരായണനാണ് ശാസനങ്ങളെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയ ചരിത്രകാരൻ. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന് പരാമർശിക്കുന്ന ശാസനം തിരുവിലങ്ങാട് ശാസനം. രാജരാജ ചോളനാണ് ഇതിൻ്റെ രാജാവ്. തിരുവിലങ്ങാട് ശാസനം. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചുവെന്ന് പരാമർശിക്കുന്ന ശാസനം തിരുവിലങ്ങാട് ശാസനം. അടുത്തത് തിരുവിതാംകോട് ശാസനം. തിരുവിതാംകോട് ശാസനം കോട്ടയം കേരളവർമ്മ മരണപ്പെടാൻ കാരണമായ ശാസനം എന്ന് പറയപ്പെടുന്നത് തിരുവിതാംകോട് ശാസനം. പുലപ്പേടി, മണ്ണാപ്പേടി തുടങ്ങിയ നിരോധിച്ചുകൊണ്ടുള്ള ശാസനമാണ് തിരുവിതാംകോട് ശാസനം. കോട്ടയം കേരളവർമ്മ പുറപ്പെടുവിച്ചതാണ് തിരുവിതാംകോട് ശാസനം. വീരരാഘവ പട്ടയത്തിൻ്റെ മറ്റൊരു പേരാണ് സിറിയൻ ക്രിസ്ത്യൻ ചെപ്പേഡ്. സിറിയൻ ക്രിസ്ത്യൻ ചെപ്പേഡ്, വീരരാഘവ പട്ടയം. ശാസനങ്ങളുടെ പഠനത്തിലൂടെ എഴുത്തച്ഛൻ വരെയുള്ളവരുടെ കാലഘട്ടത്തിലെ ഭാഷാ സ്വഭാവങ്ങളെ വിശകലനം ചെയ്ത് പഠിച്ച ഗവേഷക ഡോക്ടർ രത്നമ്മ. ഡോക്ടർ രത്നമ്മയാണ് ശാസനങ്ങളുടെ പഠനത്തിലൂടെ എഴുത്തച്ഛൻ വരെയുള്ളവരുടെ കാലഘട്ടത്തിലെ ഭാഷാ സ്വഭാവങ്ങളെ വിശകലനം ചെയ്ത് പഠിച്ച ഗവേഷക. ശാസനങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.